ഒരു രൂപ പോലും ഇല്ലാതെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു ഫുൾ ഓണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. 50-60 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഏറ്റവും ടോപ്പ് എൻഡില് അതും 52,000 സെക്കൻഡ് ഓണറിൽ സൺറൂഫ് വരെ വരുന്ന ഈ കിടിലം ഫീച്ചേഴ്സുള്ള ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ആണ് അല്ലേ? നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഓക്കെ, 4,75,000. അതാണ് ഒരു ചെറിയ വണ്ടി എടുക്കുന്ന പ്രൈസിന് നമുക്കൊരു ഡീസല് 7 സീറ്റർ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി നമുക്ക് കൊണ്ടുപോകാം. അടുത്തത് നമുക്കൊരു ഓഫർ ആയിട്ട് 2 വണ്ടികളുണ്ട്. യെസ്, അപ്പൊ ഒരു ഓഫറിൽ 2 വണ്ടി. എന്താണ് വിശാഖ നമുക്ക് ഈ ഒരു 2 വണ്ടിയിലെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ വണ്ടിക്ക് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ, അതായത് 40,000 റുപ്യന്റെ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കാം, അത് ഡിസ്കൗണ്ട് കൊടുക്കാം. 60 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം. DSG ആണ്, അത് ഓട്ടോമാറ്റിക്കല് ഡീസൽ വണ്ടി അല്ലേ? ഡിയർ ഫ്രണ്ട്സ്, ഓണൊക്കെ അല്ലേ, നല്ല കിടിലൻ കളക്ഷനും കിടിലൻ ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സൂപ്പർ കാസിലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കിടിലൻ ഹാച്ച് ബാക്കുകള്, അതും ചെറിയ ചെറിയ കിലോമീറ്റർ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ഇറക്കാം. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, EMI അടക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ, ഒരു കാർ എന്നുള്ള ആഗ്രഹം ഈ ഓണത്തിന് ഇനി നിങ്ങൾ മാറ്റി വെക്കണ്ട. അതേപോലെ ഈ ഒരു സൈഡ് നോക്കി നിങ്ങൾ നല്ല കിടിലൻ SUV-കള്, നല്ല മൈലേജും ചെറിയ കിലോമീറ്റർ 7 സീറ്റർ നമ്മളെ താറൊക്കെ വെറും 16,000 കിലോമീറ്റർ കൂടിയ നല്ല ഡീസൽ വണ്ടിയുടെ ഒരു കിടിലൻ കളക്ഷനാണ്. സോ ഒരു വീഡിയോ മിസ്സാക്കേണ്ട. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ, അതും ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റിലും സീറോ ഡൗൺ പേയ്മെന്റിലൊക്കെ നല്ല കിടിലൻ കാറുകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഓണം ഓഫർ വീഡിയോ ആണ്. അപ്പൊ നമ്മളിന്ന് എത്തിയിട്ടുള്ള സൂപ്പർ കാസിലാണ്. ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുട്ടിപ്പാലത്താണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഇർഷാദാണ്. അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. കിടിലൻ കളക്ഷൻസ് ഉണ്ട്. സീറോ ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഉണ്ടോ അല്ല? യെസ്. അപ്പൊ ഈ ഒരു ഓണത്തിന് ഒരു വാഹനം, അതായത് ഒരു കാർ എടുക്കാന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളാണ് സാധിപ്പിച്ചു തരും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഈ ഒരു കറക്റ്റ് സൂപ്പർ കാസിക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം? ഇത് മഞ്ചേരി ഭാഗത്ത് നിന്ന് വരുമ്പോ മലപ്പുറം റോഡിൽ 2 കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ടോട്ടൽ എത്ര കളക്ഷൻസ് വരുന്നുണ്ട്? ഏകദേശം ഒരു 10-30ഓളം വണ്ടികൾ ഇപ്പൊ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട്. 30ഓളം വാഹനങ്ങൾ. അപ്പൊ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ ഇല്ല, ഒരു 2 പാർട്ടായിട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുൾ ഓണുള്ള വാഹനത്തിൽ നിന്ന് തുടങ്ങാം അല്ലെ? അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പൊ നേരെ നമുക്ക് കൂടുതൽ എൻക്വയറീസിന് എന്ത് ചെയ്യാം, നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നേരെ അപ്പൊ ഫസ്റ്റ് തന്നെ ഫുൾ ഓൺ തന്നെ തുടങ്ങാം അല്ലെ? ഫുൾ ഓൺ ഫസ്റ്റ് തന്നെ ഒരു സബോമീറ്റർ വിറാനോയുടെ കൈകറി അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 23 മോഡൽ 24 റേസർ 9,000 കിലോമീറ്ററോടെ ഏറ്റവും ടോപ്പിന്റെ RXZ. യെസ്, അതായത് മാസങ്ങൾ പഴക്കമുള്ള വണ്ടി, അതും വെറും 9,000 കിലോമീറ്റർ മാത്രം അല്ലെ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ടോപ്പിന്റെ RXZ. അതായത് ഈ ഒരു 9,000 കിലോമീറ്റർ മാത്രം ഓടിയ ടയർ കാര്യങ്ങള്. അപ്പൊ ഇതിന്റെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വെറും 9,000 കിലോമീറ്റർ. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങള്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വാഹനം അല്ലെ? അതേപോലെ റിയറിലൊക്കെ നല്ല അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഈ 9,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 7,85,000 രൂപ. 7,87,000. അപ്പൊ നമുക്ക് ഈ ഒരു മാസങ്ങൾ പഴക്കമുള്ളതിന് ലക്ഷങ്ങൾ വിലക്കുറവ് എന്ന് പറയാം. അപ്പൊ ഒരു പുതിയൊരു വാഹനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ നല്ലൊരു കിടിലൻ വണ്ടി നമുക്ക് 1 രൂപ പോലും ഇല്ലാതെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു ഫുൾ ഓണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. ഇത് നമുക്കൊരു കിടിലൻ സെഡാനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു അടിപൊളി വാഹനം. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വെർണ അല്ലെ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 SX പ്ലസ് ഓട്ടോമാറ്റിക്. ഓക്കെ, 52,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇന്റീരിയറൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ A to Z വരുന്നുണ്ട്. റിയറിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ്, അതേപോലെ തന്നെ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതും 52,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ. അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മള് ചോദിക്കുന്ന വില 8,95,000 രൂപ. 8,95,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 8-8.25 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്തു കൊടുക്കും. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 50-60 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഏറ്റവും ടോപ്പ് എൻഡില്, അതും 52,000 സെക്കൻഡ് ഓണറിൽ സൺറൂഫ് വരെ വരുന്ന ഈ കിടിലൻ ഫീച്ചേഴ്സുള്ള ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ആണ് അല്ലേ? അടുത്തത് നമുക്കൊരു ഓഫർ ആയിട്ട് 2 വണ്ടികളുണ്ട്. യെസ്. അപ്പൊ ഒരു ഓഫറിൽ 2 വണ്ടി. എന്താണ് വിശാഖ നമുക്ക് ഈ ഒരു 2 വണ്ടിയിലെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ വണ്ടിക്ക് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ, അതായത് 40,000 റുപ്യന്റെ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കാം, അത് ഡിസ്കൗണ്ട് കൊടുക്കാം. 40,000 റുപ്യ നമ്മൾ കുറച്ചിട്ട് നിലവിലുള്ള പ്രൈസിനെ കാട്ടി ഓണത്തിന് സ്പെഷ്യൽ റേറ്റ് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2022 സ്പോർട്സ് വേരിയന്റ്
ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി അല്ലേ? മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് നമുക്ക് 20ന്റെ മുകളിൽ പ്രതീക്ഷിക്കാം. 20ന്റെ മുകളിൽ നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? സ്പോർട്സ് വേരിയന്റ് ആണ്. സ്പോർട്സ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഉള്ള. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 77,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്, കമ്പനി അണ്ടർ വാറന്റി ഉള്ള വണ്ടി. അപ്പൊ നമുക്ക് കമ്പനി വാറന്റിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം അല്ലെ? ഡീസൽ വാഹനം അല്ലെ? എത്രയായിരുന്നു കിലോമീറ്റർ? എങ്ങനെയായിരുന്നു? 77,000 ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം സിംഗിൾ ഓണർ വണ്ടി. എത്ര നമുക്ക് ചോദിക്കുന്നതിന്? നമ്മൾ ചോദിക്കല്ല, 40,000 റുപ്യന്റെ ഡിസ്കൗണ്ട്, 8,60,000 റുപ്യക്ക് നമുക്ക് വണ്ടി. അതായത് നമ്മൾ 9 റുപ്യ ചോദിച്ച വണ്ടിയാണ്, 40 രൂപ സ്പെഷ്യൽ ഓണം ഡിസ്കൗണ്ട് ആയിട്ട് 8,60 നമ്മൾ കൊടുക്കുക. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. അപ്പൊ 1 രൂപ പോലും ഇല്ലാതെ നല്ല ഡീസൽ വണ്ടി, അത് സ്പോർട്സ് ഓപ്ഷന് അത് കൊണ്ടോട്ട ആളുകൾ അല്ലെ? ഇത് നമുക്കൊരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു കിടിലൻ ഓപ്ഷനാണ് ടാറ്റന്റെ ഓൾട്രോസ്. അത് നമുക്ക് ഡുവൽ ടൂൺ ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2022 വണ്ടി, എക്സിസെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ്, 42,000 കിലോമീറ്ററോടെ ഡീസൽ വേരിയന്റ്. ഇത് ഡീസലാണ്. അപ്പൊ നല്ല മൈലേജ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1.6 അല്ല ഇത് വരുന്നത്, 1.5 അല്ല? അപ്പൊ നല്ല പെർഫോമൻസ് ഉണ്ടാവും. നമുക്ക് പോളോന്റെ ഒക്കെ മാതിരി തന്നെ നല്ല പെർഫോമൻസും ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നല്ല മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി. അപ്പൊ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓൺഷിപ്പ് 1.5 നല്ല മൈലേജും അതേപോലെ തന്നെ 4 സ്റ്റാർ റേറ്റിംഗും വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീസൽ ആയാൽ പിന്നെ നമുക്ക് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, 1.5 ആണ്. അപ്പൊ നല്ല പെർഫോമൻസും കിട്ടും. നമുക്ക് എത്ര എന്തിനു ചോദിക്കുന്നത്? ഇത് ചോദിക്കല്ല, ഇത് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ്. 40,000 റുപ്യന്റെ ഓഫർ. ഈ ഓപ്ഷന് ഈ മോഡല് ഡീസൽ വേരിയന്റ് ആരും കൊടുക്കാത്ത റേറ്റ്. അതായത് നമുക്ക് പൊതുവെ നമുക്ക് ഈ ഒരു വണ്ടി കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഫുള്ള് പെട്രോൾ ആണ് ഉണ്ടാവാറുള്ളത്. പിന്നെ നമുക്ക് കുറെ അറിയാം, ദിലീപ് ജി കൊന്ന വണ്ടിയാണ് പെട്രോള്. പക്ഷെ ഇത് നമുക്ക് ഡീസൽ ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല, 1.5 ആണ്. പ്ലസ് നമുക്ക് നല്ല പെർഫോമൻസും മൈലേജും കിട്ടും ചെയ്യും, 4 സ്റ്റാർ റേറ്റിംഗും ഉണ്ട് അല്ലെ? എത്ര നമുക്ക് മൈലേജ് എത്രയൊക്കെ കിട്ടും ഇതിന്? 20 എന്തായാലും കിട്ടും. 1.5 ആണ്. വെന്ന് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി ഡയലോഗ് അടിക്കാം അല്ലെ? എത്ര നമ്മൾ ചോദിക്കുന്ന? 40,000 റുപ്യ കുറച്ചിട്ടുള്ള റേറ്റ്. 7,00,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 7,00,000 റുപ്യ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ 1 രൂപ ഇല്ലാതെ നമുക്ക് ഈ ഒരു കിട്ടുന്ന വണ്ടി ഉണ്ടാവും. 1.5 ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വേരിയന്റ്. കിലോമീറ്റർ പറഞ്ഞത് 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലെ? ദെൻ ഇനി ഒരു സെഡാന് നോക്കുന്നവർക്ക് ഇതാണ് ഒരു അടിപൊളി ഓപ്ഷൻ ആണ്, മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡല്, 44,000 കിലോമീറ്റർ ഓടിയ VXi സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഷോറൂം സർവീസ്, ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് അല്ലെ? രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് ഡീസൽ അത് പെട്രോളോ? പെട്രോൾ. മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം അതിന്? 18 മുതൽ 20 പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് സ്കേട്ടിങ് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം കൺട്രോൾ കാര്യങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എത്രയായിരുന്നു നമുക്ക് ഇതിന് ചോദിക്കുന്നത്? ഇത് 6,45,000. 6,45. ഇത് റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ? നല്ല കംഫർട്ടാണ്, അത്യാവശ്യം മൈലേജ് കിട്ടും, കുറഞ്ഞ മെയിൻ്റനൻസും നല്ല സ്പേസസ് ആയ ഒരു അടിപൊളി വാഹനം. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്കുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും? 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അതും ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അടിപൊളി വാഹനം അല്ലെ? ഇത് നമുക്ക് ടയോട്ട ഗ്ലാൻസ് അല്ലെ? കാലണ്ടർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡല്, ജി വേരിയന്റ്. ജി പറഞ്ഞ വീന്റെ ഏകദേശം ഫിറ്റിംഗ്സ് കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ടാവില്ല. 33,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 33,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പ്രൊജക്ടർ എല്ലാം ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, കമ്പനി അലോയ്സ്, അത്യാവശ്യം ടയർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അല്ലെ? നമുക്ക് ഒരു വർക്കും ചെയ്യിക്കാനില്ല, നേരെ പെട്രോൾ അടിച്ചങ്ങ് ഓടിയാൽ മതി. ഫോട്ടോ, പവർ വിൻഡോ, ഇലക്ട്രിക്കൽ മിറേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ A to Z ഫിറ്റിംഗ്സ്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 33,000 കിലോമീറ്റർ. 33,000 കിലോമീറ്റർ. അതും സിംഗിൾ ഓണർ അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ 7,95,000. 95 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം? 60 രൂപ. 60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം. അതും ചെറിയ കിലോമീറ്ററോടെ നല്ലൊരു വണ്ടി അല്ലേ? ഇത് നമുക്കൊരു സെഡാനിലോട്ട് തന്നെയാണ്. പോളോ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സെഡാൻ സ്പേസ്, ഡിക്കി സ്പേസും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അമിയോ അല്ലെ? അത് കിഡ്ലൻ കളറാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 ഹൈലൈൻ പ്ലസ് ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെ? DSG ഓട്ടോമാറ്റിക് ഡീസൽ. DSG ആണ്, അത് ഓട്ടോമാറ്റിക്കല്
ഡീസൽ വണ്ടി അല്ലേ? നല്ല പെർഫോമൻസും മൈലേജും പ്ലസ് നമുക്ക് കംഫർട്ടിന് ഓട്ടോമാറ്റിക് കൂടി ഉള്ള ഒരു വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 72,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 72,000 അതും സിംഗിൾ ഓണർഷിപ്പ് ഇല്ല? ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി പറയാം. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ചോദിക്കല്ലേ, നമുക്ക് ഓഫർ കൊടുക്കാം ഓണത്തിന്. ഓക്കെ, 30,000 ഓഫർ. ഓണത്തിന് 30,000 നിലവിലുള്ള പ്രൈസിന് കുറച്ചുള്ള സ്പെഷ്യൽ റേറ്റ് ഇല്ല? എത്രയാണ് 30,000 കുറച്ചുള്ള റേറ്റ്? 4,70,000 നമുക്ക്. 470. ഒരു വാഗ്നർ ഓൾട്ട് ഒക്കെ പഠിക്കുന്ന പ്രൈസിന് കൊണ്ടുപോട്ടെ ഡീസൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് വരുന്ന സിംഗിൾ ഓണർ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് വാഹനം അല്ല? നമുക്ക് മൈലേജ് 20 എന്തായാലും കിട്ടൂല, എന്തായാലും കിട്ടും ചെയ്യും. അപ്പൊ നല്ല പെർഫോമൻസും ഓട്ടോമാറ്റിക്കും ഡീസലും ഉള്ള വണ്ടി നമുക്ക് എത്ര പെണ്ണി വണ്ടി ഇറക്കാം? ഫുൾ ഓൺ ചെയ്യാം. കിടിലൻ ഓഫർ ഇല്ല? ഇതാണ് ഒരു റെഡിലൊരു കിടിലൻ ബലീന. അത് നമുക്ക് 2255 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡല് 18 റേസർ അൽഫ ഡീസൽ. ഡീസൽ പ്രത്യേകങ്ങൾ പറഞ്ഞല്ലോ, എന്താ കാരണം? ഡീസൽ വണ്ടി ഇപ്പൊ കിട്ടാലല്ലോ. ഇല്ല. മൈലേജും എത്ര കിട്ടും ലോങ്ങിലൊക്കെ? 20ന്റെ മുകളിൽ കിട്ടും. 20ന്റെ മുകളിൽ നമുക്ക് ലോങ്ങിൽ കിട്ടും. അത് ആൽഫ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. കിടിലൻ കളറ്, നമുക്ക് റെഡില് പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് കാര്യങ്ങള്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാൽ ലോങ്ങിൽ 22-23 മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയില്ല? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1,20,000 കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ്, സിംഗിൾ ഓണർ. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണോ? എല്ലാം കഴിഞ്ഞാണ് അല്ലേ? എങ്ങനെയായിരുന്നു മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണ്? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അപ്പൊ ഡെയിലി യൂസിന് ഏറ്റവും ടോപ്പ് എൻഡില് നല്ലൊരു വണ്ടി. നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് കൊടുത്തൂടെ? ഓഫർ കൊടുക്കാം. എത്ര രൂപ? 20,000 ഓഫർ. ഓണത്തിന് സ്പെഷ്യൽ ഓഫർ. ഡീസൽ വണ്ടി ആയതുകൊണ്ട് നമുക്ക് നല്ല ഓഫർ കുറച്ചിട്ടൊന്നുമില്ല. 20,000 കുറച്ചിട്ട് എത്ര ചോദിക്കുന്നത്? നെറ്റ് പ്രൈസ് ആണ്. ഇപ്പൊ ഈ ഓഫർ തരുന്ന വണ്ടികളൊക്കെ നെറ്റ് പ്രൈസ് ആണ്. 6,15,000 കൊടുക്കാം. 6,15 ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 20 ഉറുപ്പിക നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. 20 ഉറുപ്പികയിൽ ബാക്കി നമുക്ക് ലോണും ചെയ്യാൻ പറ്റൂല? ഇതാവണു. അതിലും ചെറിയ വണ്ടി ഇല്ലാന്നുള്ളൊരു സങ്കടം വേണ്ട. വാഗ്നർ ഇതാവണം, ഒരു കിടിലൻ വണ്ടി. അതും കോഫി ബ്രൗണില് പട്ടാമ്പി രജിസ്ട്രേഷനിൽ ഒരു കിടിലൻ വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് അല്ലേ? VXI ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013-14 റേസർ VXI സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഒക്കെ 1,30,000 കിലോമീറ്റർ. 130. ഓട്ടോമാറ്റിക് ആണോ? മാനുവല്. വെൽ മെയിൻറ്റൈൻഡ് ആണോ? ഗ്യാരണ്ടി? ക്വാളിറ്റി വണ്ടി കൊടുക്കാം. അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 2,80,000 കൊടുക്കാം. ആ ഓട്ടം കൊണ്ടാണ് നമ്മൾ അത്രയും വില കുറച്ചല്ലേ? അതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നും ഇല്ലാത്ത വണ്ടി. നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 30-40 രൂപ ബാക്കി നമുക്ക് ലോൺ ചെയ്തു. 30-40 രൂപയിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഫോർച്യൂണർ അല്ലേ? 4 വീലാണ് വരുന്നത്? 4 വീല് ഓട്ടോമാറ്റിക്കോ മാനുവല് 2010 ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വണ്ടി. ഒറിജിനൽ കേരള അതും സെക്കൻഡ് ഓണർ വണ്ടി. 4 വീല് മാനുവൽ അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 2,74,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. അപ്പൊ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലാത്ത വണ്ടി. പെയിന്റ് കയറിയില്ല. 2010 വണ്ടിയാണ്. ബോഡി നോക്കിക്കളി. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല. ഒറിജിനൽ കേരള നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഓഫറാണ്. സ്പെഷ്യൽ റേറ്റ് ആണ്. 4 വീൽ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ടച്ചപ്പ് കയറാത്ത വണ്ടി. നിങ്ങൾ പറഞ്ഞോളൂ റേറ്റ്. 9,25,000 കൊടുക്കാം. 9,25 നമുക്ക് കൊടുക്കാം. പക്ഷെ ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 4 വീൽ വണ്ടി അല്ല? ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക് ഇതിന്? ലോൺ നമുക്ക് ചെയ്യാം. ശ്രീരാമില് നമുക്ക് ലോൺ ചെയ്തു. അത്യാവശ്യം നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ എമൗണ്ട് കയറില്ലെങ്കിൽ നമുക്കൊരു മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 4 വീൽ ഡ്രൈവ്. ഇതിപ്പോ പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ്. NOC ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. നമ്മളിവിടെ കേൾപ്പത്തേക്ക് നമ്പർ ആക്കി തരും. അപ്പൊ ആ എടുക്കാൻ വരുന്ന ആളെ പേർക്ക് നമുക്ക് നേരെ നമ്പർ ആക്കിയിട്ടില്ല. ആ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത്? 8,35,000 നമ്പർ ആക്കിയിട്ട് കൊടുക്കും. അതായത് സെയിം മോഡലാണ്. ഇത് 4 വീൽ ആണ്. മാനുവൽ ക്വാളിറ്റി. മാനുവൽ 4 വീല് 2010. അപ്പൊ ഇനി വില കുറച്ച് വേണമെങ്കിൽ അങ്ങനെ നമുക്കൊരു വണ്ടി ഉണ്ട്. ഇനി അതല്ല കേരള വണ്ടി ആണെന്നുള്ളവർക്ക് നമുക്ക് അങ്ങനെ കേരള വണ്ടി എടുക്കാം. 4 പുത്തൻ ടയറ്. 4 പുത്തൻ ടയറ്. നല്ല കിടിലൻ അലോയി. അതാണ് നിങ്ങള് ടയറിന്റെ കാര്യം ഒന്നും നോക്കണ്ട. 4 ടയറിന്റെ പൈസ തന്നെ കൂട്ടിയാൽ മതി. ബാക്കി എഞ്ചിനൊക്കെ ഫിറ്റ് ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. കിടിലൻ വണ്ടിയാണ്. വീണ്ടും നമുക്കൊരു 7 സീറ്റർ അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലെ? SUV 500 സിൽവർ ആണ്.
KL14 കാസർഗോഡ് രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2012 വണ്ടി, W8 ഏറ്റവും ടോപ്പ് എൻഡ്, അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? 8 എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 130. 130 അല്ലേ? സർവീസ് ഒക്കെ ഫുള്ള് ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? നമുക്ക് ഡീസലാണ് ഈ വണ്ടി വരുന്നത്. നല്ല പെർഫോമൻസും നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. എത്രയായിരുന്നു നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഓക്കെ, 4,75,000. അതാണ് ഒരു ചെറിയ വണ്ടി എടുക്കുന്ന പ്രൈസിന് നമുക്ക് ഒരു ഡീസല് 7 സീറ്റർ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി നമുക്ക് കൊണ്ടുപോകാം. 4,70,75,000 രൂപ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3.25 രൂപ 4 രൂപ വരെയൊക്കെ ലോൺ ചെയ്യാം. 10,75 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുകയും ചെയ്യാം അല്ലെ? 7 സീറ്ററും ആണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലെ? ഇതിൽ കയറ്റേണ്ടില്ലല്ലോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തണം. അടുത്തൊരു പാർട്ടിൽ തവണ ഡീസലില് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിഡ്ലൻ, പിന്നെ നമുക്കൊരു W6 വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ മോഡൽ താറ്. എത്ര കിലോമീറ്റർ ഓടിക്കേണ്ടത്? 19,000 കിലോമീറ്ററോടെ വണ്ടി, 7 സീറ്റർ. ബ്രസ്സ ഡീസലാ പെട്രോളോ? അത് രണ്ട് വണ്ടി ഡീസല്. അപ്പൊ അടുത്ത പാർട്ട് ഉടനെ വരും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളി. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരി, അതേപോലെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റൂട്ടിൽ മുട്ടിപ്പാലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വേഗം വിളിച്ചോളി. അപ്പോൾ നല്ലൊരു ഓഫർ ടൈമാണ്. ഈ ഒരു ഓണത്തിന് വണ്ടി നിങ്ങൾ ആഗ്രഹമുണ്ടോ, ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ ടൈം മാക്സിമം യൂസ് ചെയ്തോളി. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലൊക്കെ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളി. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഇർഷാദ് സൈനിങ് ഓഫ്.